ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ട്യൂഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പം ആ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ NCERT സൊല്യൂഷൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതേപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഫോളോവിംഗ് ലിസ്റ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഫ്ലോട്ട്, വാട്ടർ, ക്രോപ്പ്, ന്യൂട്രിയൻസ്, പ്രിപ്പറേഷൻ. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ് ഗ്രോൺ ആൻഡ് കൾട്ടിവേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ അറ്റ് എ പ്ലേസ് ഈസ് കോൾഡ്. എന്താണ് നമ്മൾ പഠിച്ചേ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ PPT നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ക്രോപ്പ് എന്നാ പറഞ്ഞത് അല്ലെ. നമ്മൾ ക്രോപ്പ് എന്നല്ലേ തുടങ്ങിയത്, ഫുഡ് എന്താന്ന് തുടങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ലൈഡിൽ നമ്മൾ പഠിച്ചത് ക്രോപ്സിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് പറഞ്ഞു നമ്മൾ എന്താ ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന നമ്മൾ ഒരു ലാർജ് ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ ക്രോപ്പ് എന്നാ പറയണേന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ക്രോപ്പാണ്. The first step before growing crop is dash of the soil. സോയിൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞേ? പ്രിപ്പയർ ചെയ്യണം അല്ലെ. സോയിലിനെ പ്രിപ്പയർ ചെയ്യണം. സോയിൽ ഹാർഡ് ആയിട്ടാണ് കിടക്കണമെങ്കിൽ സോയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലഫ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോയിലിനെ ടിൽറ്റിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് സോയിലിനെ എന്താക്കി മാറ്റും? ആ ഹാർഡ് ആയിട്ട് കിടക്കണേന്ന് സോഫ്റ്റ് ആക്കും ഇല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? പ്രിപ്പറേഷൻ ആണ്. ഇനി നോക്കിക്കേ. ദ ഡാമേജ്ഡ് സീഡ് വുഡ് ഡാഷ് ഓൺ ടോപ്പ് ഓഫ് വാട്ടർ. ഡാമേജ് ആയിട്ടുള്ള സീഡ് വെള്ളത്തിന് മുകളിൽ എങ്ങനെ കിടക്കുക? പൊങ്ങി കിടക്കുമെന്ന് നമ്മൾ പഠിച്ചേ അല്ലെ. നമ്മൾ നല്ല സീഡ്സിനെയും അതുപോലെ മോശമായിട്ടുള്ള സീഡ്സിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു മെത്തേഡാന്ന് പറഞ്ഞത്. വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ സീഡിനെ ഇട്ട് നോക്കിയാൽ മതി. അപ്പൊ നല്ല സീഡാണെങ്കിൽ താന്ന് കിടക്കും, മോശമായിട്ടുള്ള സീഡാണെങ്കിൽ പൊങ്ങി കിടക്കും നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ഗ്രോയിങ് എ ക്രോപ്പ് സഫിഷ്യന്റ് സൺലൈറ്റ് ഡാഷ് ആൻഡ് ഡാഷ് ഫ്രം ദ സോയിൽ ആർ എസെൻഷ്യൽ. സോയിലിൽ നിന്നുള്ള എന്തൊക്കെയാ വേണ്ടേ? വാട്ടറും ന്യൂട്രിയൻസും ആണ് വേണ്ടത് പ്ലാന്റ്സിന് കറക്റ്റ് ആയിട്ട് വളരണമെങ്കിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് മാനുവർ. കോളം എ. കോളം ബി നോക്കിയേ. ഫുഡ് ഫോർ കാറ്റിൽ, യൂറിയ ആൻഡ് സൂപ്പർ ഫോസ്ഫേറ്റ്, അനിമൽ എക്സ്ക്രീറ്റ, കൗഡങ്, യൂറിൻ ആൻഡ് പ്ലാന്റ് വേസ്റ്റ്. ഡി നോക്കിക്കേ. വീറ്റ്, ഗ്രാം, പി, ഈൽ, പാടി ആൻഡ് മേസ്. അപ്പൊ ഇത്രയും നമുക്ക് കോളം പിയിൽ തന്നിട്ടില്ലേ. അപ്പൊ ഇതിനകത്ത് ഖാരിഫ് ക്രോപ്പ് ഏതാന്നാ ചോദിച്ചേക്കണേ. ഖാരിഫ് ക്രോപ്പ് ഏതാ? നമ്മൾ സാധാരണ റെയിനി സീസണിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണതാ. ഏതായിരിക്കും? പാടിയും മെയ്സും ആണ് ഖാരിഫ് ക്രോപ്പ്. പിന്നെ റാബി ക്രോപ്പ് ഏതാ? പിന്നെ ബാക്കിയുള്ള എക്സാമ്പിൾസ് നോക്കി പിന്നെ ക്രോപ്പ് എടുക്കണ വീറ്റ്, ഗ്രാമ, പി ഉള്ളൂ. അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കും റാബി അല്ലെ. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയായിരിക്കും? യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും. ഓർഗാനിക് മാനർ ആണ് ഏത്? നമ്മൾ അനിമൽ എക്സ്ക്രീറ്റ, കൗഡങ്, കൗവിന്റെ ഒക്കെ യൂറിൻ, അതുപോലെ തന്നെ പ്ലാന്റിന്റെ വേസ്റ്റ്. അതൊക്കെ എങ്ങനെയാ? ഓർഗാനിക് മാനുവർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗീവ് 2 എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓരോന്നിനും എക്സാമ്പിൾ നമ്മൾ ഈ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞായിരുന്നു അല്ലെ. ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾ ഏതാ? പാടി, മെയ്സ്. റാബിക്കോ? വീറ്റും ഗ്രാമും. ഇനി റൈറ്റ് എ പാരഗ്രാഫ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ യുവർ ഓൺ വേർഡ്സ് ഓൺ ഈച്ച് ഓഫ് ദ ഫോളോവിങ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, സ്വീവിങ്, വീഡിങ്, ട്രഷിങ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്താ? നമ്മൾ ഒരു വിത്ത് ഇടുന്നതിന് മുന്നേ സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? എന്തിനാ സോയിലിനെ ഇങ്ങനെ പ്രിപ്പയർ? നമ്മൾ സോയിലിന് ലൂസ് ചെയ്യുകയോ ചെയ്യണം, പ്ലഫ് ഒക്കെ ചെയ്ത്. പ്ലഫിംഗ് ഒക്കെ ചെയ്തിട്ട്, പ്ലഫിംഗ് അല്ല കേട്ടോ, പ്ലോയിങ് എന്നാണ്. പ്ലോയ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോയിലിനെ അതിൽ ടിൽറ്റ് ഒക്കെ ചെയ്തിട്ട് സോയിൽ നമ്മൾ ലൂസ് ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ സോയിലിൽ എന്ത് ചെയ്യും? അതിന്റെ അബ്സോർഷൻ കൂട്ടാനും ഒക്കെ സാധിക്കും. വാട്ടറിന്റെ അബ്സോർഷനും അതുപോലെ മാനുവറിന്റെ അബ്സോർഷനും ഒക്കെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സോയിലിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ സോയിലിൽ ഇത് പ്രോപ്പർ ആയിട്ട് മിക്സ് ആവുമോ, നമുക്ക് ഈൽഡ് കൂട്ടാനും പറ്റും. അപ്പൊ സോയിൽ നമ്മൾ ലൂസ് ചെയ്യാൻ നമ്മൾ ടില്ലിംഗ് എന്നൊക്കെ പറയണേ. അതേപോലെ തന്നെ സോയിൽ ഇറ്റ് ഇസ് ഡൺ ബൈ എന്താ? പ്ലോ വിച്ച് ആർ പുൾഡ് ബൈ എ പെയർ ഓഫ് ബുൾസ് അല്ലെ. നമ്മൾ ഉഴുകൂലേ, അതായത് നമ്മള് ബുൾസിനെ ഓക്സിനെ ഒക്കെ വെച്ച് നമ്മൾ ഉഴുകും ഇല്ലേ. പ്ലോയിൻ ചെയ്യും.
പിന്നെ എന്താ ട്രാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താ, ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. പണ്ട് കാലത്താണ് എന്താ ബുൾസിനൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ അതാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അടുത്തത് എന്താ, സോയിൽ. സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ സോയിലിലേക്ക് വിത്ത് ഇടുന്നതിന് നമ്മൾ എന്ത് പറയണേ, സോയിൽ എന്ന് പറഞ്ഞേ, വിത്ത് ഇടുന്നതിന്. അപ്പം നമ്മള് വിത്ത് ഇടുമ്പോ എങ്ങനെയാ, പല മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, മോഡേൺ മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ എന്താ, ഏറ്റവും ഹെൽത്തി ക്ലീൻ ആയിട്ടുള്ള സീഡ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, വേണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? ഒന്നെങ്കിൽ സീഡിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും, അതിന്റെ കളറും അപ്പിയറൻസും ഒക്കെ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് സീഡ്സിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല സീഡാണെങ്കിൽ എന്ത് ചെയ്യും, താന്നെടുക്കും. മോശമായിട്ടുള്ള സീഡാണെങ്കിൽ പൊങ്ങിക്കെടുക്കും. അപ്പൊ നമുക്ക് നല്ല ക്ലീനും ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സീഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് സീഡ്സിനെ സോ ചെയ്യാം. ഒരു ഫണൽ ഷേപ്ഡ് ടൂളാ ട്രഡീഷണൽ മെത്തേഡ്. അപ്പൊ മോഡേൺ മെത്തേഡിൽ നമുക്ക് എന്താ, ഇപ്പൊ മോഡേൺ മെത്തേഡും അവൈലബിൾ ആണ്. മോഡേൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ, അതായത് സീഡ് ഡ്രിൽസ് ആണ് മോഡേൺ മെത്തേഡിൽ തന്നെ. അപ്പം ഈ ഫണൽ ഷേപ്ഡ് ടൂൾ ഒക്കെ വന്നത് ട്രഡീഷണൽ മെത്തേഡിലാണ്. അപ്പൊ സീഡ് ഡ്രിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഡിസ്റ്റൻസിൽ കറക്റ്റ് ഡെപ്തിൽ സീഡ് നമുക്ക് സോ ചെയ്യാൻ പറ്റും. അതായത് ട്രഡീഷണൽ മെത്തേഡിനേക്കാളും അഡ്വാൻറ്റേജ് മോഡേൺ മെത്തേഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വീഡിങ്. വീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ, നമ്മൾ ഒരു ക്രോപ്പ് നട്ട് കഴിയുമ്പോൾ അതിന് ചുറ്റും ആവശ്യമില്ലാത്ത കുറെ വേറെ ക്രോപ്പുകളും വളരും, പ്ലാന്റുകളും വളരും. അപ്പൊ നമ്മൾ നമ്മുടെ ക്രോപ്പിന് ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ എന്ത് ചെയ്യും, ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡ്സ് വലിച്ചെടുക്കും. അപ്പൊ അവരെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, അത് ആവശ്യം. ഇപ്പൊ വീഡ്സ് ആർ ഐദർ റിമൂവ്ഡ് മാനുവലി ഓർ ബൈ മെക്കാനിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, നമുക്ക് പറിച്ചെടുത്ത് കളയോ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടൂൾസ് ഉപയോഗിച്ചിട്ട് വീഡ്സിനെ കളയാം. അല്ലെങ്കിലോ, അപ്പം ഇങ്ങനെ വീഡ്സിനെ കളയണേന് നമ്മൾ വീഡിങ് എന്ന് പറയണേ. അല്ലെങ്കിൽ നമുക്ക് എന്താ, വീഡിസൈഡ്സ് ഉപയോഗിക്കാം. 2,4-D പോലത്തെ വീഡിസൈഡ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ വീഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തതാണ് ട്രഷിംഗ്. ട്രഷിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഗ്രെയിൻ ഫ്രം ദ chaff ഈസ് കോൾഡ് ട്രഷിംഗ്. When crop is harvested along with the chaff, the separated grains are removed and winnowing machine is used to separate grain from chaff. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ പാടി ഫീൽഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിക്കിളൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒക്കെ മോഡേൺ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കും നമ്മുടെ ക്രോപ്പ്. അതിനുശേഷം നമ്മൾ ആ സ്ട്രോ ഉണ്ടല്ലോ, അതായത് വൈക്കോലിൽ നിന്നും നമ്മുടെ ഗ്രെയിൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ടേ, അതിനെയാണ് നമ്മൾ ട്രഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ടാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, വേറെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും സാധനത്തിലേക്ക്, ഇപ്പൊ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെ കാര്യങ്ങളിലേക്ക് വെച്ച് അടിച്ചടിച്ച് അവർ എന്ത് ചെയ്യും, അതിന് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യണേ, ഇപ്പൊ വിനോയിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ ട്രഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ഹൗ ഫെർട്ടിലൈസേഴ്സ് ആർ ഡിഫറെന്റ് ഫ്രം മാനുവൽ. ഫെർട്ടിലൈസേഴ്സും മാനുവൽ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? മാനുവൽസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആ, പക്ഷെ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ അല്ലേ. അതുപോലെ മാനുവൽസ് എങ്ങനെയാ, പ്രിപ്പയർഡ് ഇൻ ഫീൽഡ്, നമ്മൾ ഫീൽഡിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഒന്നെങ്കിൽ ആനിമൽസിന്റെ വേസ്റ്റ് വെച്ചോ പ്ലാന്റ്സിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫീൽഡിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് മാനുവർ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണ ഫാക്ടറിയിലാണ്. കെമിക്കൽസ് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഴ്സ് പ്രിപ്പയർ ചെയ്യണേ. ഈ മാനുവൽസിൽ എന്തുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. ഫെർട്ടിലൈസേഴ്സിലോ ചില ന്യൂട്രിയൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ നമ്മൾ അമോണിയം ഫെർട്ടിലൈസർ, നൈട്രജീനിയസ് ഫെർട്ടിലൈസർ, അപ്പൊ പർട്ടിക്കുലർ അമോണിയയുടെ എമൗണ്ട്, നൈട്രജന്റെ എമൗണ്ട് ഒത്തിരി ഉണ്ട്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ചില ന്യൂട്രിയൻസ് എങ്ങനെയായിരിക്കും, അബണ്ടന്റ് ആയിരിക്കും ഇതില് ഫെർട്ടിലൈസേഴ്സ്. അതേപോലെ മാനൂർ ആണെങ്കിൽ ഹ്യൂമസ് പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ മണ്ണിന് ആവശ്യമായിട്ടുള്ള ഹ്യൂമസ് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയുള്ള ഹ്യൂമസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ മണ്ണില് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഡാർക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റും ഹ്യൂമസ്. അതാണ് ഹ്യൂമസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിയേ, ഇറിഗേഷൻ എന്താണ്? ടു മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ വിച്ച് വാട്ടർ കൺസർവ് ചെയ്യുന്ന, അപ്പൊ വാട്ടർ കൺസർവ് ചെയ്യുന്ന മെത്തേഡ് പ്രത്യേകം എടുത്തു പറയണം. ഇറിഗേഷൻ എന്താ നമുക്കറിയാം, എന്താ, ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പ്രോസസ് അല്ലേ, വാട്ടർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡും പറഞ്ഞു, അതുപോലെ തന്നെ മോഡേൺ മെത്തേഡും പറഞ്ഞു. ഇത് വാട്ടർ കൺസർവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് നമ്മൾ പഠിച്ചത്? സ്പ്രിംഗ്ലറും അവിടെ ഡ്രിപ്പ് സിസ്റ്റം ആണല്ലേ പഠിച്ചത്. അപ്പൊ സ്പ്രിംഗ്ലർ ആണെങ്കിൽ എന്താ, ഒരു ഫൗണ്ടൻ പോലെയാണ് ഇവിടെ വാട്ടർ
പോണത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകും. അപ്പൊ അതുപോലെ റൊട്ടേറ്റും ചെയ്യണോണ്ട് എല്ലായിടത്തേക്കും വെള്ളം കിട്ടും. നമുക്ക് വാട്ടറിന്റെ വേസ്റ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡ്രിപ്പ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാ, അത് ഡ്രോപ്പ് ആയിട്ടായിരിക്കും ആ പ്ലാന്റിന്റെ റൂട്ടിലേക്ക് വെള്ളം ചാറുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, പ്ലാന്റിന്റെ റൂട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം കിട്ടും. അതേപോലെ നമുക്ക് വാട്ടറിന്റെ വേസ്റ്റേജ് പ്രിവെന്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ചോദിച്ചൊക്കെ ഉണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട് വാട്ടറിനെ കൺസർവ് ചെയ്യണ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്പ്രിംഗ്ലറും അതുപോലെ ഡ്രിപ്പ് സിസ്റ്റം ആണ് പറയേണ്ടത് വാട്ടറിന്റെ കൺസർവേഷൻ മെത്തേഡ് ചോദിക്കുമ്പോൾ. ഇനി അടുത്തത്, ഇഫ് ഏഴാമത്തെ ദിവസം നോക്കിയേ, ഇഫ് വീറ്റ് ഈസ് സോൺ ഇൻ ഖാരിഫ് സീസൺ വാട്ട് വുഡ് ഹാപ്പൻ. വീറ്റ് ശരിക്കും എങ്ങനെയുള്ള ക്രോപ്പാണ് നമ്മൾ പറഞ്ഞത്, അതായത് റാബി ക്രോപ്പ് ആണോ അതോ ഖാരിഫ് ആണോ? റാബി ക്രോപ്പ് ആണ്. അപ്പം ഈ വീറ്റിനെ നമ്മൾ ഖാരിഫ് സീസണിൽ വളർത്തി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഒന്നാമത് വീറ്റ് ക്രോപ്പിന് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. സോ വീറ്റ് വുഡ് നോട്ട് ഗ്രോ ഇൻ ഖാരിഫ് സീസൺ. അതുകൊണ്ട് വീറ്റ് എന്താ ഖാരിഫ് സീസണിൽ വളർത്തേണ്ട ആവശ്യമില്ല. ഖാരിഫ് സീസണിൽ എന്താ പ്രശ്നം, ഒത്തിരി വെള്ളമുണ്ട്, മഴക്കാലം അത്. അപ്പൊ വീറ്റിന് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പം ഈ സീഡ്സ് എന്താ, ഈ ഒത്തിരി വെള്ളം വന്നു കഴിയുമ്പോൾ സീഡ്സ് നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഖാരിഫ് സീസണിൽ നടാണ്ട് ഇവർ റാബി സീസൺ സമ്മർ സീസണിൽ നടണേ വീറ്റ് ക്രോപ്പിനെയൊക്കെ. ആ സമയം നമ്മൾ ഖാരിഫ് ക്രോപ്പ് ചെയ്താ പാടിയൊക്കെ ആവുമ്പോഴോ നമ്മൾ അതിന് നടന്നത് ഏത് സീസണിലായിരിക്കും? ഖാരിഫ് സീസണിലാണ്, റെയിനി സീസണിലായിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ സോയിൽ ഗെറ്റ് അഫക്റ്റഡ് ബൈ ദ കണ്ടിന്യൂസ് പ്ലാന്റേഷൻ ഓഫ് ക്രോപ്പ് ഇൻ എ ഫീൽഡ്. ഒരു ഫീൽഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തന്നെ നട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ എക്സാമ്പിള് കണ്ടിന്യൂസ് പ്ലാന്റേഷൻ ഓഫ് എ ക്രോപ്പ് ഇൻ എ ഫീൽഡ് എന്നല്ലേ ചോദിച്ചേക്കണം. അപ്പൊ നമ്മൾ ഒരു ഫീൽഡില് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യും, അല്ലെങ്കിൽ വാഴയെ കൃഷി ചെയ്യണമെന്ന് വിചാരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ കൃഷി ചെയ്യും. ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, ആ സോയിൽ ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി കുറയും. ആ സോയിൽ അൾട്ടിമേറ്റ്ലി അൺഫെർട്ടൈൽ ആയിട്ട് മാറും. അപ്പൊ സോയിൽ അവസാനം ആ സോയിൽ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ് ഇതിനെ അവോയ്ഡ് ചെയ്യാന്നൊരു ക്വസ്റ്റൻ ഉണ്ടാകും, നമ്മൾ അപ്പൊ അവിടെ എന്ത് പറയണായിരുന്നു, ക്രോപ്പ് റൊട്ടേഷന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണമായിരുന്നു. അത് അവര് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ. അടുത്ത് നോക്കിയേ, വാട്ട് ആർ വീഡ്സ്, ഹൗ ക്യാൻ വി കൺട്രോൾ ദം. വീഡ്സ് എന്താ? ബീഡ്സ് നമുക്കറിയാം ആവശ്യമില്ലാത്ത ചെടികളല്ലേ, നമ്മുടെ ഫീൽഡിൽ വളരുന്ന ആവശ്യമില്ലാത്ത ചെടികൾ നമ്മൾ ബീഡ്സ് എന്ന് പറയണത്. അപ്പൊ ബീഡ്സ് എന്ത് ചെയ്യും, ക്രോപ്പിന്റെ ഒപ്പം തന്നെ വളരും. അത് നമ്മുടെ ക്രോപ്പിന് നമ്മൾ ഇട്ട് കൊടുക്കണ ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ബീഡ്സ് എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, സോ ബീഡ്സ് ആർ വെരി ഹാർംഫുൾ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ വീഡ്സ് ഭയങ്കര ദോഷമല്ലേ, നമ്മുടെ ക്രോപ്പിന് വളരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ വീടിനെ കൺട്രോൾ ചെയ്യണേന് നമ്മൾ വീഡിങ് എന്ന് പറയണേ. അപ്പൊ വീഡിങ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഇസ് ഡൺ മാനുവലി ബൈ യൂസിങ് കുപ്പി ആൻഡ് ബൈ യൂസിങ് മെക്കാനിക്കൽ മെഷീൻ. ഒന്നെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ നമുക്ക് മാനുവലി ചെയ്തെടുക്കാം, നമുക്ക് പറിച്ച് കളയാൻ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മെഷീൻസ് വെച്ചിട്ട് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ ആയിട്ടുള്ള വീഡിസൈഡ്സ് ഉപയോഗിക്കാം. 2,4-D പോലത്തെ ഉള്ള കെമിക്കൽസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി അടുത്തത്, വാട്ട് ഇസ് ദ നെയിം ഓഫ് അൺഡിസറബിൾ പ്ലാന്റ് ദാറ്റ് ഗ്രോ എമോങ് ദ ക്രോപ്പ്. ക്രോപ്പിന്റെ ഒപ്പം വളരുന്ന ആവശ്യമില്ലാത്ത ചെടികൾക്ക് നമ്മൾ എന്താ പറയണേ, ബീഡ്സ് എന്ന് പറയും. ഒരു വീടിന് എക്സാമ്പിൾ ചോദിച്ചാലോ, വൈൽഡ് ഓട്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ആവശ്യമില്ലാത്ത ഒരു വീടാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ക്രോപ്പ് നടുമ്പോ ചുമ്മാ അതിന്റെ ഒപ്പം വളരുന്ന ഒരു കളയാണ് എന്ത്, വൈൽഡ് ഓട്സ്. ഒരു എക്സാമ്പിൾ പഠിക്കണം. അടുത്തത്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാട്ടർ ടു ക്രോപ്പ് അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്രോസസ്സിന്റെ പേരെന്താ? ഇറിഗേഷൻ എന്ന് പറയും. ഇറിഗേഷൻ പല മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. മോഡേൺ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് വാട്ടറിനെ കൺസർവ് ചെയ്യാന്ന് പറഞ്ഞു, ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇറിഗേഷൻ. നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് ഇറിഗേഷൻ നടത്തുന്ന സോഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് നമുക്കറിയാം, ഒന്ന് ഏതാ, നമുക്ക് കിണറ്റിന്ന് വെള്ളം കോരി വയ്ക്കാം, അല്ലെങ്കിലോ ട്യൂബ് വെൽസ് ഉണ്ടല്ലോ, കുഴൽക്കിണറുകളുണ്ട്, പിന്നെ പോണ്ടും ലേക്കും. ഇതൊക്കെയാണ് ഇറിഗേഷന്റെ സോഴ്സ്. ഇനി അടുത്ത ദിവസം നോക്കിയേ, വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഗ്രെയിൻ ഫ്രം ഷാഫ്. അതായത് നമ്മൾ ഗ്രെയിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ് എന്താ, വിനോയിങ് എന്ന് പറയും, ട്രഷിംഗ് എന്നൊക്കെ പറയും പ്രോസസ്സ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് പറഞ്ഞായിരുന്നു. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ പ്രൊഡ്യൂസ്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ,
നമുക്ക് ക്രോപ്പിൽ നിന്ന് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ഇല്ലേ, അത് നമ്മൾ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ എന്താ പാട് നട്ടു, അപ്പൊ അത് നമുക്ക് കിട്ടുന്ന നെല്ല്, അതാണ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ. ഗോതമ്പ് നട്ടു, അത് കിട്ടുന്ന വീറ്റ്, ഗോതമ്പാണ് നമ്മൾ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ദ ടേം അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ നെസസറി സ്റ്റെപ്സ് എല്ലാം ഈ അഗ്രികൾച്ചർ പ്രാക്ടീസസിൽ വരും. എല്ലാ സ്റ്റെപ്സും ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റെപ്സും എന്തിൽ വരും? അഗ്രികൾച്ചർ പ്രാക്ടീസസിൽ വരും. ഇനി എക്സ്പ്ലെയിൻ ദ ടേം ലിവലിംഗ്. ലിവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സോയിൽ ഇങ്ങനെ കട്ട കുത്തി കിടക്കുക, അല്ലെങ്കിൽ കട്ടി ആയിട്ട് കിടക്കുവാണെങ്കിൽ ആ സോയിലിന് നമ്മൾ എന്താ ലൂസ് ആക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ലീവലിംഗ് എന്ന് പറയുന്നത്. സ്റ്റിൽറ്റിംഗ് ഒക്കെ പറയില്ല, അത് തന്നെ ലിവലിംഗ് എന്ന് പറയും. ആ സോയിലിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്ലോ ഒക്കെ ചെയ്യൂലേ, അങ്ങനെ അതിനെ നമ്മൾ ഒന്ന് ആ ലാർജ് ക്ലംസ് ഓഫ് സോയിലിനെ ഒക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് അതിനെ ഒന്ന് ലൂസ് ആക്കി എടുക്കും. അതിനാണ് ലിവലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണേ. അപ്പൊ നമ്മുടെ NCERT ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ ഈ പോർഷൻസിന്നൊക്കെ. അപ്പം ഇതെല്ലാം ഈ പോർഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് പോകണം. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇന്ന് വരും, ഒത്തിരി വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ.